ഞാൻ ഉണ്ടാക്കുന്നത് ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവും തോന്നുന്നില്ല. സദ്യയുടെ കൂടെയാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കാറ്. എന്നാലും നമ്മൾ മറ്റുള്ള സമയങ്ങളിലും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാനും കഴിയും. ഇഞ്ചിപ്പുളി അത്ര പെട്ടെന്നൊന്നും കേടായി പോവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഇഞ്ചിയാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത ഇഞ്ചിയാണ്. ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് വളരെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് വളരെ ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ 2 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. 2 വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് സോക്ക് ചെയ്തെടുക്കണം. വെള്ളം ചേർത്തതിന് ശേഷം ഈ പുളി വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്, അതായത് വെല്ലം. ഞാനിവിടെ 1/3 കപ്പ്, അതായത് 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവിനനുസരിച്ച് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഈ എണ്ണയിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ എണ്ണയിൽ ഇട്ട ഉടനെ കൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ശേഷം നല്ലോണം ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത്ര വരെ നമ്മൾ കൂടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നില്ല. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് ഇളക്കേണ്ട, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ എല്ലാ ഭാഗവും വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇഞ്ചി നന്നായിട്ട് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എങ്കിലേ ഇഞ്ചിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ ഇതുപോലെ ഇളക്കി ഫ്രൈ ചെയ്യുക. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു പാകത്തിലാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. എങ്കിലേ ഇഞ്ചിയുടെ ഒരു നമുക്കിഷ്ടപ്പെടാത്ത ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറി കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ കൂടുതൽ വരുന്ന ഓയിലൊക്കെ അങ്ങ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഇഞ്ചി കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇഞ്ചി മുഴുവൻ ഈ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞ് പുളിയിലുള്ള ജ്യൂസ് മുഴുവൻ എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത പുളിവെള്ളം നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൺചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മൺചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പുളിയുടെ വെള്ളം മുഴുവൻ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, പുളിവെള്ളം 1.5 കപ്പ് ഉണ്ട്. ഇത് ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് പുളി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം പുളി പിഴിയുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 കപ്പ് പുളിവെള്ളമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിലാണ് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ളത്. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം.
ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിളച്ച് തുടങ്ങുന്ന സമയം തൊട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കണ്ടൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് വെച്ച പുളിവെള്ളവും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് ശർക്കര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നന്നായിട്ട് ഒന്ന് മെൽറ്റായി വരണം. അതുവരെ നമുക്കിതിങ്ങനെ തിളപ്പിച്ചെടുക്കാം. ശർക്കര ചേർത്ത് തിളക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും. കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും. ഇതിൽ ചേർത്തിരിക്കുന്ന ശർക്കര മുഴുവൻ മെൽറ്റായിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി മുഴുവനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് വരെ ഇതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഒരു 5 മിനിറ്റ് വരെ വേവിക്കുക. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വരെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ചേർക്കണ്ട, അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസായി പോവും. ഒരു 1/4 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയും ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പക്ഷേ ഈ ഒരു പാകത്തിലാണ് ഞാൻ പൊതുവെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വറ്റി ഇഞ്ചിയും ശർക്കരയും ഒക്കെ കൂടി ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കുറച്ച് സമയം ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. കാരണം നമ്മുടെ ഇഞ്ചിപ്പുളി കുറേ നാൾ നമുക്ക് കേടാവാതെ ഇരിക്കണമെങ്കിൽ ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. അത്ര വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിപ്പുളി കുറേ ദിവസം വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പച്ചമുളകും ഇതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുളകും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഉണക്കമുളകും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഇഞ്ചിപ്പുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഞ്ചിപ്പുളി ഇപ്പോൾ ഇതിൽ കിടന്ന് വറ്റി ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കാച്ചി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഇത് പുറത്തേക്ക് എടുക്കണ്ട. വീണ്ടും ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ കളറൊക്കെ മാറി നല്ലൊരു കളറായി മാറിയിട്ടുണ്ട്. ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ഇഞ്ചിപ്പുളി റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി ഞാനൊരു ബൗളിലേക്ക് വിളമ്പിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറേ സമയം ഇതുപോലെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചുവന്ന കളറിലാണ് ഇഞ്ചിപ്പുളി ഇരിക്കുക. ഈ ഒരു കളർ കിട്ടണമെങ്കിൽ ഇതുപോലെ കുറേ സമയം നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കണം, എങ്കിൽ ഇങ്ങനെ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ഇഞ്ചിപ്പുളി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല ടേസ്റ്റോടുകൂടി നല്ല കളറോടുകൂടിയും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും.
അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.